Southwest Flight 255 takes off from Detroit, headed to Phoenix. Moments after takeoff, the plane, unable to climb, crashes into Middlebelt Road. Everybody started running because they seen it was coming down at us. ഇന്ത്യൻ എയർലൈൻസിന്റെ ആകാശ ദുരന്തത്തിന്റെ സങ്കടക്കടലിൽ നാം നിൽക്കുമ്പോൾ ഇനിയും കണ്ണീറുണങ്ങാത്ത ഓർമ്മകളുമായി ഒരു പെൺകുട്ടി അമേരിക്കയിൽ അരിസോണയിൽ ജീവിക്കുന്നു. ഫീനിക്സിൽ നിന്ന് പറന്നുയർന്ന നോർത്ത് വെസ്റ്റ് ഫ്ലൈറ്റ് 255 കത്തിയമർന്നപ്പോൾ രക്ഷപ്പെട്ട 4 വയസ്സുകാരി സിസിലിയുടെ ഓർമ്മകളിൽ ഇന്നും ആ ദുരന്തം മായാതെ നിൽക്കുന്നു. 1987 ഓഗസ്റ്റ് 16 രാത്രി 8:45 നോർത്ത് വെസ്റ്റ് എയർലൈൻസ് ഫ്ലൈറ്റ് 255 ഡിട്രോയിറ്റ് മെട്രോപൊളിറ്റൻ വിമാനത്താവളത്തിൽ നിന്ന് ഫീനിക്സ് സ്കൈ ഹാർബറിലേക്ക് ടേക്ക് ഓഫ് ചെയ്തു. പക്ഷേ എയർ ഇന്ത്യ ഡ്രീം ലൈനറിന് സംഭവിച്ചതുപോലെ ടേക്ക് ഓഫ് ചെയ്തതിൻ്റെ തൊട്ടു പിന്നാലെ നിലത്ത് പതിച്ച് കത്തി അമരുകയായിരുന്നു ആ വിമാനം. വിമാനത്തിലെ 6 ജീവനക്കാരും അതിലെ 149 യാത്രക്കാരിൽ ഒരാളൊഴികെ 148 പേരും സംഭവസ്ഥലത്തുണ്ടായിരുന്ന മറ്റ് 2 പേരും കൊല്ലപ്പെട്ടു. കത്തുന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കരയുന്ന നിലയിൽ 4 വയസ്സുകാരി സിസിലിയ സിഹാനെ രക്ഷാപ്രവർത്തകർ കണ്ടെത്തുകയായിരുന്നു. About the accident every day, it's kind of hard not to think about it when I look in the mirror. I have visual scars. പർപ്പിൾ കളറിലുള്ള നെയിൽ പോളിഷിലൂടെയായിരുന്നു സിസിലിയെ തിരിച്ചറിഞ്ഞത്. പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാതെ 26 വർഷമായി തുടർന്ന മൗനം ഭേദിച്ച് ഒടുവിൽ 2013 അവർ ആദ്യമായി സംസാരിച്ചു. അതെ, സമാന രീതിയിൽ രക്ഷപ്പെട്ടവരുമായി ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടി. എന്തുകൊണ്ട് ആരും രക്ഷപ്പെട്ടില്ല, എന്തുകൊണ്ട് എൻ്റെ സഹോദരൻ, എന്തുകൊണ്ട് ഞാൻ മാത്രം രക്ഷപ്പെട്ടു, സിസിലിയ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. സൈക്കോളജിയിൽ ഡിഗ്രി എടുത്ത സിസിലിയ വിവാഹിതയായതോടെ ജീവിതത്തിൻ്റെ ട്രാക്കിലേക്ക് പതുക്കെ മടങ്ങി വരുവാൻ തുടങ്ങി. പക്ഷേ ദുരന്തത്തെപ്പറ്റി എല്ലാ ദിവസവും ഓർക്കും. നെറ്റിയിലെ മുറിപ്പാടും കൈയിലെ പ്ലെയിൻ്റെ ടാറ്റുവുമായി സിസിലിയ ലോകത്ത് വിമാന ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു കൂട്ടായ്മയുണ്ടാക്കുന്ന ശ്രമത്തിലാണിപ്പോൾ. Soul Survivor project is more about a group, and that's why I'm willing to get involved and be part of something bigger. അധികം വൈകാതെ സിസിലിയയുടെ ആ ഫോൺ കോൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, അഹമ്മദാബാദിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശിനെ തേടി തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുവാനുള്ള സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.